കർഷക മാർച്ചിന്റെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ദില്ലി ചലോ മാർച്ചിൽ സമവായം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തുകയാണല്ലോ. 5 മണിക്ക് ചണ്ഡീഗഡിലാണ് ചർച്ചയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി കർഷകരുമായി സംസാരിക്കണമെന്നൊരു ആവശ്യം നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് മാർച്ച് എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നു. മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ കർഷകർക്കൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക? ഈ കേന്ദ്രം ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇന്നൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക? വിനിത, 5 മണിക്ക് ചണ്ഡീഗഡിലാണ് കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാരിന്റെ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട അതോടൊപ്പം തന്നെ മറ്റു ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഈ ചർച്ചയിലേക്ക് ഒരു സമവായത്തിൽ എത്തിക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നും കേന്ദ്രം വിലയിരുത്തുന്നു. ആ സാഹചര്യത്തിൽ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പക്ഷേ ഏതൊക്കെ പ്രശ്നങ്ങൾ, ഏതൊക്കെ ആവശ്യങ്ങൾ അംഗീകരിച്ചാലായിരിക്കും ഈ സമരം അവസാനിക്കുക എന്ന ചോദ്യം പ്രധാനമായും ഉണ്ട്. കാരണം കർഷക സംഘടനകൾ 10ഓളം വരുന്ന ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ അവസാനം നടന്ന 3ാമത്തെ ചർച്ച എന്ന് പറയുന്നത് 5.5 മണിക്കൂർ നീണ്ടുന്ന ചർച്ചയായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അതിൽ സമവായം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ സമരം അതിർത്തികൾ, പ്രത്യേകിച്ച് പഞ്ചാബിന്റെ ഹരിയാന അതിർത്തിയിലൊക്കെ തുടരുകയാണ്. വലിയ പ്രക്ഷോഭങ്ങളില്ലാതെ, വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് സമരം ഇന്ന് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ചർച്ച കൂടി നടക്കുന്ന ദിവസമായതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ സമരം മുന്നോട്ട് പോകുന്നത് എന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് കർഷക സംഘടനയുടെ തീരുമാനം എന്നതും പ്രധാനപ്പെട്ടതാണ്. അതേസമയം ഇന്നിപ്പോൾ പലയിടത്തും ഈ കർഷക സമരത്തിന് പിന്തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രെയിൻ ഉൾപ്പെടെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ കിസാൻ യൂണിയൻ, ഉഗ്രഹാൻ വിഭാഗം ഇന്ന് പഞ്ചാബിൽ പലയിടത്തും ട്രെയിൻ ഉൾപ്പെടെ തടയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിന്റെ പ്രധാന പാതകൾ എല്ലാം അടഞ്ഞിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ സംസ്ഥാനത്തെ മറ്റ് കാര്യങ്ങളെ ബാധിക്കും. പ്രത്യേകിച്ച് ഈ തരത്തിൽ ഭക്ഷണ സാധനങ്ങളുടെ കൈമാറ്റമാകട്ടെ, അല്ലെങ്കിൽ മറ്റ് ഇന്ധന സൗകര്യങ്ങളാകട്ടെ, ഇതൊക്കെ ബാധിക്കും എന്ന് യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും ഇന്നിപ്പോൾ വിശദമായി ചർച്ച നടത്തിക്കൊണ്ട് ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച ഏറെ നിർണായകമാണ് എന്നും പറയാം. അതോടൊപ്പം തന്നെ നാളെ ഈ കർഷക സംഘടനകൾക്ക് പിന്തുണയുമായി ബന്ധപ്പെട്ട് ഭാരത് ബന്ദ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ സമവായത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാകും. പക്ഷേ ഏതൊക്കെ ആവശ്യങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷകരുടെ ആവശ്യങ്ങൾ, മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള നേരത്തെ കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്കെതിരത്തെ FIR റദ്ദാക്കി തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും കേന്ദ്രം പ്രതികരിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സമരത്തിന്റെ ഭാവി എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഇന്ന് സമരം ഒത്തീർപ്പാക്കിയില്ലെങ്കിൽ നാളെ ദില്ലി അതിർത്തിയിലേക്ക് കടക്കാനുള്ള നീക്കമായിരിക്കും കർഷകരുടെ ഭാഗത്ത് ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും ഉള്ളത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ തന്നെയാണ്. അവിടെ നിന്ന് മുന്നോട്ട് വരാൻ ഇതുവരെ കർഷകർ കഴിഞ്ഞിട്ടില്ല എന്നും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും അതീവ സങ്കീർണമായ സാഹചര്യമാണ് അതിർത്തികളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിലേക്ക് വേണ്ട ചർച്ചകൾ ഇന്നിപ്പോൾ സജീവമായി തന്നെ ഉണ്ടാകും. അതിൽ പ്രധാനമന്ത്രിയോട് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ സംസാരിക്കണം എന്ന ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷക സംഘടന മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വേണം ചർച്ചയ്ക്ക് എത്താനെന്ന നിർദ്ദേശം കൂടി കർഷക സംഘടന നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചർച്ച ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. 5 മണിക്ക് ചണ്ഡീഗഡിലാണ് ചർച്ച ഉണ്ടാവുക.